എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത അത്രയും കിട്ടത്തില്ലെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ തികയാതെ വന്നതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം വിറ്റിട്ടുണ്ട്. പണയം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ കൂടെ അടക്കാനുള്ള പൈസ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വിറ്റിട്ടുണ്ടായിരുന്നത്. സ്വർണം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് തവണ റീതിങ്ക് ചെയ്തു കേട്ടോ, വേണോ സ്ഥലം നമുക്കിപ്പോ വാങ്ങിക്കണോ, നമ്മുടെ സാധനങ്ങളെല്ലാം പോകുമല്ലോ എന്നൊക്കെ. ഇന്നത്തെ സ്വർണത്തിന്റെ വില കാണുമ്പോ കണ്ണ് തള്ളി പോവാണ് കേട്ടോ. അന്നേ ഇതൊന്നും മൊത്തത്തിൽ കൊടുക്കണ്ടായിരുന്നെന്ന് തോന്നി പോയിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തേ ഇങ്ങനെ തീരത്തുള്ളെന്ന് നമ്മുടെ ഓഡിയൻസിന് വരെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ സ്വർണം കൊടുത്തിട്ട് 3-4 മാസമേ ആകുന്നില്ലായിരുന്നു കേട്ടോ. ഈ 3-4 മാസത്തിൽ എത്ര രൂപയാണ് സ്വർണത്തിന് വിലക്കയറ്റം വന്നത്. നമ്മുടെ സ്ഥലം ദേ ഇതാണ് കേട്ടോ. ഈ സ്ഥലത്താണ് നമ്മൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഇനി ഉടനെ ഒരു വീട് വെക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മിറാക്കിൾ സംഭവിക്കണം. സത്യത്തിൽ ഈ കടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ബിസിനസ് നോക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. എന്റെ ഒരാളുടെ സാലറി മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് ജീവിച്ചു പോകാനായിട്ട്. എന്തായാലും എല്ലാം എന്തെങ്കിലും റെഡി ആകുമെന്ന പ്രതീക്ഷയില്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കാൻ പോവാണ്. ലോൺ എടുത്ത എമൗണ്ടും സ്വർണം കൊടുത്ത എമൗണ്ടും തികയാതെ വന്നപ്പോഴേക്ക് ഉണ്ടായിരുന്ന കുറച്ച് സ്വർണം നമ്മൾ അത് പണയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിച്ചം വെച്ചിട്ടുണ്ടായിരുന്ന എന്റെ ഒരു പാദസരം. അപ്പൊ ആ പൈസയിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് പൈസ കൊണ്ടാണ് നമ്മൾ ഇതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പേര് കബളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഈ സ്മോൾ ബിസിനസ്സുകാരെയൊക്കെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടുവാന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അവര് സ്വരുക്കൂട്ടി വെക്കുന്ന 5000, 6000, 7000 രൂപ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് ബ്ലോക്ക് ചെയ്തിച്ചും പോകുന്നതൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടിയാണ്.